എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ ചരിത്രത്തിലെ വളരെ നിർണായകമായ ഒരു അധ്യായത്തെക്കുറിച്ചാണ്. ഡെക്കാനിലെ പോരാളികളായ ശതവാഹനരുടെ ഉദയത്തിന്റെയും പതനത്തിന്റെയും കഥ. ഒന്ന് ആലോചിച്ചു നോക്കൂ, മൗര്യന്മാരെ പോലെ ഒരു വലിയ സാമ്രാജ്യം തകർന്നടിയുമ്പോൾ ഉണ്ടാകുന്ന ആ വലിയ അധികാരശൂന്യത. ആരാണത് നികത്താൻ മുന്നോട്ടു വരുന്നത്? ആ ചാരത്തിൽ നിന്ന് ആരാണൊരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേൽക്കുന്നത്? അതിനുള്ള ഉത്തരം നമുക്ക് കിട്ടുന്നത് ഡെക്കാനിൽ നിന്നും മധ്യേന്ത്യയിൽ നിന്നുമാണ്. മൗര്യന്മാരുടെ യഥാർത്ഥ പിൻഗാമികളായി ഉയർന്നുവന്നത് ശതവാഹനർ എന്ന നിർണായക ശക്തിയായിരുന്നു. ശരി, അപ്പം നമുക്ക് ആ കാലഘട്ടത്തിലേക്ക് ഒന്ന് പോയി നോക്കാം. മൗര്യന്മാര് പോയതോടെ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം ആകെ മാറിമറിഞ്ഞു. വടക്കാരയ്ക്ക് വന്നു ശുംഗന്മാർ, അതായത് ശുംഗാസ്. പിന്നെ അവരെ തുടർന്ന് കൺവന്മാർ, കാൻവാസ്. പക്ഷെ നമ്മുടെ കഥയുടെ കേന്ദ്രം ഡെക്കാനാണ്. അവിടെ ഏകദേശം ഒരു 100 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ശതവാഹനർ എന്ന പുതിയ ശക്തി ഉദയം ചെയ്യുന്നത്. ഇനിയാണ് കഥയിലെ ഒരു രസകരമായ ഭാഗം. ഒരുതരം ചരിത്രപരമായ പ്രഹേളികയാണിത്. നമ്മൾ പുരാണങ്ങൾ നോക്കിയാൽ അവർ പറയുന്നത് ആന്ധ്രാക്കാർ ഏകദേശം 300 വർഷം ഭരിച്ചു എന്നാണ്. എന്നാൽ ശതവാഹനർ സ്വന്തമായി കൊത്തിവെച്ച ലിഖിതങ്ങളിൽ ഒരിടത്തും ഈ ആന്ധ്ര എന്ന പേര് കാണാനുമില്ല. അപ്പോ ഇവര് ഒന്നാണോ രണ്ടാണോ? ഇത് ചരിത്രകാരന്മാർക്കിടയിൽ ഇപ്പോഴും ഒരു വലിയ ചർച്ചാവിഷയമാണ്. അപ്പോ എങ്ങനെയാണ് ഇവർ അധികാരത്തിൽ വന്നത്? BC 1-ാം നൂറ്റാണ്ടിൽ അവർ വടക്കുണ്ടായിരുന്ന കണ്വന്മാരെ, അതായത് കൻവാസിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കളം പിടിക്കുന്നത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. പുരാണങ്ങൾ ഇവരെ ആന്ധ്രക്കാരെന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ഇവരുടെ ആദ്യത്തെ പവർ ബേസ് ആന്ധ്രയിലായിരുന്നില്ല. അതിന്നത്തെ മഹാരാഷ്ട്രയിലെ നല്ല ഫലഭൂയിഷ്ടമായ ഗോദാവരി നദിയുടെ താഴ്വരയിലായിരുന്നു. അവിടെ നിന്നാണ് പതുക്കെ പതുക്കെ കർണാടകത്തിലേക്കും ആന്ധ്രയിലേക്കും ഇവർ ഭരണം വ്യാപിപ്പിക്കുന്നത്. ഏതൊരു വലിയ സാമ്രാജ്യത്തിന്റെ കഥയെടുത്താലും അവർക്കൊരു ബദ്ധശത്രു ഉണ്ടാവും, അല്ലേ? ശതവാഹനരുടെ കാര്യത്തിലത് ശകന്മാരായിരുന്നു. ഈ ശകന്മാർ അഥവാ ഷാഖാസ് അത്ര നിസ്സാരക്കാരായിരുന്നില്ല. അവർ ഡെക്കാന്റെ മുകൾ ഭാഗത്തും പടിഞ്ഞാറൻ ഇന്ത്യയിലും ശക്തമായ സ്വാധീനം ഉറപ്പിച്ചിരുന്നു. സ്വാഭാവികമായും ഇത് ശതവാഹനരുമായി ഒരു നേർക്കുനേർ പോരാട്ടത്തിന് വഴിവെച്ചു. ഈ പോരാട്ടം എത്രത്തോളം കടുത്തതായിരുന്നെന്നറിയാമോ? ഒരു ഘട്ടത്തിൽ ശതവാഹനർക്ക് അവരുടെ പ്രധാന കേന്ദ്രങ്ങളായ മഹാരാഷ്ട്രയും പടിഞ്ഞാറൻ ഇന്ത്യയും ശകന്മാരുടെ മുന്നിൽ അടിയറവ് വെക്കേണ്ടിവന്നു. അതായത് അവരുടെ നിലനിൽപ്പ് തന്നെ ഒരു ചോദ്യചിഹ്നമായി. പക്ഷേ ഏതൊരു ഹീറോയുടെ കഥയിലെയും പോലെ ഇതൊരു ഗംഭീര തിരിച്ചുവരവിനുള്ള തുടക്കം മാത്രമായിരുന്നു. ആ തിരിച്ചുവരവിന്റെ നായകൻ ശതവാഹനവംശത്തിലെ ഏറ്റവും ശക്തനായ, ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി ഗൗതമീപുത്ര ശതകർണി. അദ്ദേഹത്തിന്റെ പ്രതാപത്തിന് ഇതിലും വലിയൊരു തെളിവ് വേറെ വേണ്ട. ഇത് വെറും ചരിത്രകാരന്മാർ പറയുന്നതല്ല. അദ്ദേഹത്തിന്റെ അമ്മ ഗൗതമി ബാലശ്രീ നാസിക്കിലെ ശിലാലിഖിതത്തിൽ കൊത്തിവെച്ച വാക്കുകളാണ്. ശകന്മാരുടെയും പഹല്ലവരുടെയും യവനരുടെയും അന്തകൻ, ശതവാഹനരുടെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുത്തവൻ. ഒന്ന് ആലോചിച്ചു നോക്കൂ, സ്വന്തം അമ്മ നൽകുന്ന ഇതിലും വലിയൊരു സർട്ടിഫിക്കറ്റ് വേറെയുണ്ടോ? ഗൗതമീപുത്ര ശതകർണിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിരുന്നു അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചൊരു പേര്, ഏകാബമഹാന അഥവാ ഏകാബംഹാന. എന്താണിതിന്റെ അർത്ഥം? അതുല്യനായ ബ്രാഹ്മണൻ എന്ന്. അതോടൊപ്പം ക്ഷത്രിയരുടെ അഹങ്കാരത്തെ ഇല്ലാതാക്കിയവൻ എന്നും. ആ കാലഘട്ടത്തിൽ ഇതൊരു ചെറിയ കാര്യമല്ല. സാധാരണയായി ക്ഷത്രിയരാണ് രാജാക്കന്മാരെന്ന പൊതുധാരണയെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ബ്രാഹ്മണനായ ഞാൻ മറ്റു ക്ഷത്രിയ രാജാക്കന്മാരെയെല്ലാം തകർത്തു എന്നു പറയുന്നത് വളരെ ശക്തമായ ഒരു രാഷ്ട്രീയ പ്രസ്താവനയായിരുന്നു. 8000. എന്താണീ സംഖ്യ? വെറുതെ ഒരു കണക്കല്ലേത്? ഇതിനു പിന്നിൽ വലിയൊരു വിജയത്തിന്റെ കഥയുണ്ട്. ഇതാണാ കഥ. ഗൗതമീപുത്ര ശതകർണി തന്റെ പ്രധാന ശത്രുവായ ശകരാജാവ് നഹപാനനെ പരാജയപ്പെടുത്തിയെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതിന്റെ ഏറ്റവും ശക്തമായ തൊട്ടറിയാവുന്ന തെളിവാണ് നാസിക്കിന് സമീപത്തുനിന്ന് കണ്ടെത്തിയ 8000-ലധികം വെള്ളി നാണയങ്ങൾ. അതും ആരുടെ? നഹപാനന്റേത്. അതിലെല്ലാം ശതകർണി സ്വന്തം മുദ്ര വീണ്ടും പതിപ്പിച്ചു, റീസ്ട്രക്ക് ചെയ്തു. ഇത് വെറുമൊരു വിജയമായിരുന്നില്ല, അതൊരു സമ്പൂർണ്ണ ആധിപത്യത്തിന്റെ പ്രഖ്യാപനമായിരുന്നു. ഈ വിജയങ്ങളോടെ ശതവാഹന സാമ്രാജ്യം അതിന്റെ ഏറ്റവും വലിയ പ്രതാപത്തിലെത്തി. എവിടെയൊക്കെയായിരുന്നു അതിർത്തികളെന്നറിയാമോ? വടക്ക് മാൾവ മുതൽ തെക്ക് കർണാടകം വരെ. പണ്ട് ശകന്മാർ ഭരിച്ചിരുന്ന കഥ്യവാർ പോലും അദ്ദേഹം പിടിച്ചെടുത്തു. പോരാത്തതിന് നഹപാനന്റെ ഷഹരാത്ത വംശത്തെ തന്നെ താൻ അവസാനിപ്പിച്ചുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഗൗതമീപുത്ര ശതകർണി ഒരു വലിയ യോദ്ധാവ് മാത്രമായിരുന്നില്ല. അദ്ദേഹം കലയെയും മതത്തെയും ഒരുപോലെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അതിനേറ്റവും നല്ല ഉദാഹരണമാണ് ബുദ്ധമതത്തോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം.
ബുദ്ധസന്യാസിമാർക്ക് നികുതിയില്ലാതെ ഭൂമി ദാനം ചെയ്തതിലൂടെ തന്റെ ഭരണത്തിന്റെ മറ്റൊരു മുഖം കൂടി അദ്ദേഹം കാണിച്ചു തന്നു. ഗൗതമീപുത്ര ശതകർണിയുടെ ആ ഉജ്ജ്വലമായ കാലഘട്ടത്തിനു ശേഷം കഥയുടെ ഗതി മെല്ലെ മാറുകയാണ്. അദ്ദേഹത്തിനു ശേഷം വന്നത് വാശിഷ്ഠിപുത്ര പുലമയായിരുന്നു. അദ്ദേഹം ആന്ധ്രയിലെ ഭരണം ഒന്നുകൂടി ഉറപ്പിച്ചു. അതോടൊപ്പം ഒരു പ്രധാന മാറ്റം കൂടി വരുത്തി. തലസ്ഥാനം ഇന്നത്തെ ഔറംഗാബാദ് ജില്ലയിലെ ഗോദാവരി നദിയുടെ തീരത്തുള്ള പൈഠാനിലേക്ക് അഥവാ പ്രതിഷ്ഠാനിലേക്ക് മാറ്റി. ഇതു സൂചിപ്പിക്കുന്നത് സാമ്രാജ്യത്തിന്റെ ശ്രദ്ധ പതുക്കെ കിഴക്കൻ ഡെക്കാനിലേക്ക് മാറുന്നു എന്നായിരുന്നു. പക്ഷേ ശകന്മാരുമായുള്ള പ്രശ്നങ്ങൾ അങ്ങനെയൊന്നും തീർന്നിരുന്നില്ല. ശക്തനായ മറ്റൊരു ശകരാജാവ് രുദ്രധാമൻ ഒന്നാമൻ ശതവാഹനരെ 2 തവണ പരാജയപ്പെടുത്തി. എന്നാൽ ഇവിടെയാണൊരു സിനിമാറ്റിക് ട്വിസ്റ്റ് വരുന്നത്. ഈ 2 രാജകുടുംബങ്ങളും തമ്മിൽ വിവാഹബന്ധങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടുതന്നെ രുദ്രധാമൻ ശതവാഹനരെ പൂർണ്ണമായി നശിപ്പിക്കാൻ തുനിഞ്ഞില്ല. കണ്ടില്ലേ, യുദ്ധവും കുടുംബബന്ധങ്ങളുമെല്ലാം കൂടിക്കുഴഞ്ഞ ഒരു സങ്കീർണമായ രാഷ്ട്രീയം. ശതവാഹനരുടെ കഥ അവസാനിക്കുന്നതിനു മുമ്പ് ഒരു അവസാനത്തെ ഹീറോ കൂടി വരാനുണ്ടായിരുന്നു. ഒരു അവസാനത്തെ ഉയിർത്തെഴുന്നേൽപ്പ്. അദ്ദേഹമാണ് യജ്ഞശ്രീ ശതകർണി. നഷ്ടപ്പെട്ടുപോയ വടക്കൻ കൊങ്കണം മാൾവയും ശകന്മാരിൽ നിന്ന് തിരിച്ചുപിടിച്ച് അദ്ദേഹം ശതവാഹന ശക്തിക്ക് ഒരു അവസാനത്തെ ഊർജം നൽകി. പുരാതന ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ശക്തിയെപ്പറ്റി സംസാരിക്കാം. ശതവാഹന രാജവംശം. അവരുടെ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. അപ്പോ നമ്മുടെ കഥ തുടങ്ങുന്നതെവിടെയാണെന്നറിയാമോ? ഡെക്കാനിലും സൗത്ത് ഇന്ത്യയിലുമാണ്. മൗര്യ സാമ്രാജ്യം തകർന്നതിനു ശേഷം അവിടെ വലിയൊരു പവർ വാക്യൂം ഉണ്ടായി. ആ സമയത്ത് അവിടെ ഉയർന്നുവന്ന ഒരു ഗംഭീര നാഗരികതയുണ്ടായിരുന്നു. അതെ, അവിടെയാണ് ശതവാഹനന്മാർ തങ്ങളുടെ സാമ്രാജ്യം പടുത്തുയർത്തിയത്. അപ്പോ നമ്മൾ അവരുടെ യാത്ര ഒരു ടൈം ലൈനിലൂടെയാണ് നോക്കാൻ പോണത്. അവരുടെ തുടക്കം, അതായത് ടെക്നോളജിയുടെ കാര്യത്തിൽ അവർ എവിടെ തുടങ്ങി, എന്തിന് 10 ലക്ഷം വർഷം മുൻപുള്ള ഇരുമ്പിന്റെ ഉപയോഗം മുതൽ അവരുടെ സാമ്രാജ്യം ഇല്ലാതാകുന്നതുവരെയുള്ള മുഴുവൻ കഥയും നമ്മൾ നോക്കും. ശരി, നമ്മൾ ഈ വിഷയം എങ്ങനെയാണ് കവർ ചെയ്യാൻ പോകുന്നത് നോക്കാം. ആദ്യം സാമ്രാജ്യത്തിന് മുൻപ് ഡെക്കാൻ എങ്ങനെയായിരുന്നു എന്ന് നോക്കും. പിന്നെ ശതവാഹനന്മാരുടെ ഉദയം, അവരുടെ പ്രതാപകാലം, അവരുടെ സംസ്കാരവും കച്ചവടവും, അവസാനം അവരുടെ തകർച്ചയും ഇന്നത്തെ അവരുടെ പൈതൃകവും. റെഡിയല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. എങ്ങനെയാണ് ഒരു പുതിയ ശക്തിക്ക് വളർന്നു വരാനുള്ള സാഹചര്യം അവിടെ ഒരുങ്ങിയത് എന്ന് നോക്കാം. അതായത് മൗര്യ സാമ്രാജ്യം തകർന്നപ്പോൾ ഡെക്കാൻ പ്രദേശം ശരിക്കും ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളായി ചിതറിപ്പോയി. അവിടെ ഒരു അധികാരശൂന്യത, ഒരു പവർ വാക്വം രൂപപ്പെട്ടു. ആർക്കും ആധിപത്യമില്ലാത്തൊരവസ്ഥ. അപ്പോൾ സ്വാഭാവികമായും എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന ഒരു പുതിയ ശക്തിക്ക് കടന്നുവരാൻ പറ്റിയ ഒരു സമയമായിരുന്നു അത്. അപ്പോ ഈ പുതിയ ശക്തിക്ക് വേണ്ട ടെക്നോളജിക്കൽ ബേസ് എവിടെ നിന്നാണ് വന്നതെന്നറിയാമോ? അത് മഹാശിലായുഗ സംസ്കാരങ്ങളിൽ നിന്നാണ്. അതായത് മെഗലിത്തിക് കൾച്ചേഴ്സ്. ഇപ്പോഴത്തെ കരിംനഗർ, വാറങ്കൽ ഏരിയയിലൊക്കെ ഇതിന് തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ഇരുമ്പ് അഥവാ അയൺ ഉപയോഗിക്കുന്നതിൽ അവർക്ക് നല്ല വൈദഗ്ധ്യമുണ്ടായിരുന്നു. അത് കാരണം കൃഷിക്കും യുദ്ധത്തിനുമൊക്കെ അവർക്ക് അടിപൊളി ടൂൾസ് ഉണ്ടാക്കാൻ പറ്റി. ശരി, അപ്പോൾ ആരായിരുന്നു ഈ ശതവാഹനന്മാർ? ഈ ഒരു അവസരം മുതലെടുത്ത് അവർ എങ്ങനെയാണ് ഇത്രയും വലിയൊരു ശക്തിയായത്? ഇവരെപ്പറ്റി പുരാണങ്ങളിൽ ആന്ധ്രരെന്നാണ് പറയുന്നത്. പക്ഷെ ഒരു രസകരമായ കാര്യം, ഇവരുടെ ഏറ്റവും പഴയ ലിഖിതങ്ങൾ കിട്ടിയത് ആന്ധ്രയിൽ നിന്നല്ല, മഹാരാഷ്ട്രയിൽ നിന്നാണ്. ഏകദേശം 1st സെഞ്ച്വറി BCയിൽ. സിമുക എന്ന രാജാവാണ് ഇത് സ്ഥാപിച്ചത്. അന്ന് അവിടെയുണ്ടായിരുന്ന കൺവരെ തോൽപ്പിച്ചാണ് അവർ ഭരണം പിടിച്ചെടുത്തത്. ഇനി ഇവരുടെ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താന്ന് വെച്ചാൽ അവരുടെ പേരിടൽ രീതിയാണ്. അവർ മാട്രോണിംസ് ഉപയോഗിച്ചിരുന്നു, അതായത് മാതൃനാമങ്ങൾ. അവിടത്തെ സമൂഹം പുരുഷാധിപത്യമായിരുന്നിട്ട് കൂടി രാജാക്കന്മാർ അമ്മയുടെ പേരാണ് സ്വന്തം പേരിനോടൊപ്പം ചേർത്തിരുന്നത്. ഉദാഹരണത്തിന് ഗൗതമീപുത്ര ശതകർണി എന്ന് പറഞ്ഞാൽ ഗൗതമിയുടെ പുത്രനായ ശതകർണി എന്നാണ് അർത്ഥം. ഇത് വളരെ യുണീക്കാണ്. ഓക്കെ, ഇനി നമുക്ക് അവരുടെ സുവർണ കാലഘട്ടത്തിലേക്ക് പോകാം. ശരിക്കും ശക്തരായ കുറേ രാജാക്കന്മാർ വന്നതോടെയാണ് ഈ രാജവംശം അതിന്റെ പീക്കിലെത്തുന്നത്. അതിൽ ഏറ്റവും പ്രശസ്തൻ ഒരുപക്ഷേ ഗൗതമിപുത്ര ശതകർണി തന്നെയായിരിക്കും. ഏകദേശം AD 106 മുതൽ 130 വരെയാണ് അദ്ദേഹത്തിന്റെ ഭരണകാലം. ശതവാഹനന്മാരുടെ നഷ്ടപ്പെട്ടുപോയ പ്രതാപം മുഴുവൻ തിരിച്ചുപിടിച്ചത് അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിന്റെ പവറിനെക്കുറിച്ചറിയാൻ അദ്ദേഹത്തിന്റെ അമ്മ ഗൗതമി ബാലശ്രീ എഴുതിച്ച നാസിക് ഇൻസ്ക്രിപ്ഷൻ, നാസിക് ലിഖിതം മാത്രം നോക്കിയാൽ മതി. അതിൽ പറയുന്നതെന്താണെന്നറിയാമോ? അദ്ദേഹം ശഖന്മാരെയും പഹ്ലവരെയും യവനരെയുമൊക്കെ തകർത്തുകളഞ്ഞ ഒരു വൻ യോദ്ധാവായിരുന്നുവെന്നാണ്.
സ്വന്തം അമ്മയാണിത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഗൗതമീപുത്രനു ശേഷം വന്നവരും മോശമാക്കിയില്ല. അദ്ദേഹത്തിന്റെ പിൻഗാമിയായ വാശിഷ്ഠീപുത്ര പുലുമായി സാമ്രാജ്യം കിഴക്കോട്ട് കൃഷ്ണനദിയുടെ തീരം വരെ എത്തിച്ചു. പിന്നെ ആ നിരയിലെ അവസാനത്തെ വലിയ രാജാവായിരുന്ന യജ്ഞശ്രീ ശതകർണി ശകന്മാരുടെ കയ്യിൽ നിന്നും മാൾവ പോലുള്ള പ്രധാനപ്പെട്ട പടിഞ്ഞാറൻ പ്രദേശങ്ങളെല്ലാം തിരിച്ചുപിടിച്ചു. ഇനി യജ്ഞശ്രീ ശതകർണിയെപ്പറ്റി പറയുമ്പോൾ ഈ നാണയം വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവാണ്. കണ്ടില്ലേ, അതിലൊരു കപ്പലിന്റെ ചിത്രമുണ്ട്. ഇത് വെറുമൊരു ചിത്രമല്ല, സമുദ്രവ്യാപാരത്തിനും നാവികരംഗത്തും അദ്ദേഹത്തിന് എത്രമാത്രം താൽപ്പര്യവും പ്രോത്സാഹനവും ഉണ്ടായിരുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. അപ്പോ യുദ്ധവും സാമ്രാജ്യവികസനവും മാത്രമല്ല ശതവാഹനന്മാരുടെ കഥ. അതിനപ്പുറം സമ്പന്നമായ ഒരു സംസ്കാരവും നല്ലൊരു സാമ്പത്തിക വ്യവസ്ഥയും കെട്ടിപ്പടുത്തുന്നതിലും അവർ വിജയിച്ചു. അവരുടെ നിർമ്മാണ വൈദഗ്ധ്യം എടുത്തുപറയേണ്ട ഒന്നാണ്. അമരാവതിയിലൊക്കെയുള്ള പോലുള്ള ഭീമാകാരമായ സ്തൂപങ്ങൾ, അതായത് സ്റ്റൂപ്പാസ്, അവർ നിർമ്മിച്ചു. അതുപോലെ ഡെക്കൻ കുന്നുകളിലെ വലിയ പാറകൾ തുരന്ന് ചൈത്യങ്ങൾ, ചൈത്യാസ് എന്നറിയപ്പെടുന്ന പ്രാർത്ഥനാ ഹാളുകൾ ഉണ്ടാക്കി. ഇതൊക്കെ അവരുടെ വാസ്തുവിദ്യയുടെ ഗംഭീര ഉദാഹരണങ്ങളാണ്. അപ്പോ ആ കാലഘട്ടത്തിലെ ബുദ്ധമത കേന്ദ്രങ്ങളെപ്പറ്റി പറയുമ്പോൾ ഈ 3 പേരുകൾ ഓർത്തുവയ്ക്കണം: സ്തൂപം, ചൈത്യം, പിന്നെ വിഹാരം, അതായത് സന്യാസിമാർ താമസിക്കുന്ന മഠങ്ങൾ. ഇവ 3ഉമായിരുന്നു അന്നത്തെ ബുദ്ധമത ജീവിതത്തിന്റെ ഒരു കോർ എന്ന് പറയാം. ഇനി അവരുടെ എക്കണോമിയിലേക്ക് വന്നാൽ അത് ആ കാലഘട്ടത്തെ വെച്ച് നോക്കുമ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആയിരുന്നു. 1-ാം നൂറ്റാണ്ടിൽ തന്നെ നെല്ല് പറിച്ചുനടൽ, അതായത് പാഡി ട്രാൻസ്പ്ലാന്റേഷൻ പോലുള്ള ടെക്നിക്കുകൾ അവർ ഉപയോഗിച്ചിരുന്നു. ഇത് വിളവ് കൂട്ടാൻ ഒരുപാട് സഹായിച്ചു. പിന്നെ പരുത്തി ഉൽപ്പാദനത്തിലും റോമൻ സാമ്രാജ്യവുമായുള്ള കച്ചവടത്തിലുമൊക്കെ അവർ കേമന്മാരായിരുന്നു. അവരുടെ അർബൻ പ്ലാനിങ്ങിന്റെ ഒരു ലെവൽ മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ കാര്യം കേട്ടാൽ മതി. പെദ്ദപങ്കൂർ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് AD 2-ാം നൂറ്റാണ്ടിലെ 22 ഇഷ്ടികപാകിയ കിണറുകളാണ് കണ്ടെടുത്തിട്ടുള്ളത്. ഒന്ന് ഓർത്തി, ഒരൊറ്റ സൈറ്റിൽ നിന്ന് 22 കിണറുകൾ. അത് ശരിക്കും അവിശ്വസനീയമാണ്. പക്ഷേ നമ്മൾ ചരിത്രത്തിൽ എപ്പോഴും കാണുന്നതുപോലെ എല്ലാ വലിയ സാമ്രാജ്യങ്ങൾക്കും ഒരു അന്ത്യമുണ്ട്. അതുപോലെ ശതവാഹനന്മാരുടെ ഭരണവും അവസാനിച്ചു. ആ അവസാനത്തെ മഹാനായ രാജാവ് യജ്ഞശ്രീ ശതകർണിയുടെ മരണത്തോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. അദ്ദേഹത്തിന് ശേഷം വന്നവർ അത്ര ശക്തരായിരുന്നില്ല. ആ വലിയ സാമ്രാജ്യത്തെ ഒരുമിച്ച് നിർക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ ഏകദേശം AD 220 ആയപ്പോഴേക്കും ശതവാഹന സാമ്രാജ്യം പൂർണ്ണമായും തകർന്നു. അങ്ങനെ ശതവാഹനന്മാരെ ഇല്ലാതായപ്പോൾ ആ സ്ഥാനത്തേക്ക് പുതിയ ചില ശക്തികൾ വന്നു. ആന്ധ്രയിലെ ഇക്ഷ്വാകുകളും ഡെക്കാനിൽ വാഗാടകരും മഹാരാഷ്ട്രയിലെ അഭീരരുമൊക്കെ വന്നു. ഇതിൽ ഇക്ഷ്വാകുകള് നാഗാർജുനകൊണ്ട പോലെയുള്ള വലിയ സാംസ്കാരിക കേന്ദ്രങ്ങളെ തുടർന്നും സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ശതവാഹന രാജവംശം ഇല്ലാതായി, ശരിയാണ്. പക്ഷെ കല, വാസ്തുവിദ്യ, വ്യാപാരം, ഭരണം, ഈ മേഖലകളിലൊക്കെയുള്ള അവരുടെ സംഭാവനകൾ ഡെക്കാന്റെ ചരിത്രത്തെ ഒരുപാട് കാലത്തേക്ക് സ്വാധീനിച്ചു. അതായത് അവരുടെ പൈതൃകം നൂറ്റാണ്ടുകളോളം നിലനിന്നു. ഇനി നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ, ശതവാഹനന്മാരുടെ ആ പൈതൃകത്തിന്റെ ഏതൊക്കെ അംശങ്ങൾ നമുക്ക് ഇന്നും ഇന്ത്യയിൽ കാണാൻ സാധിക്കും? ഇന്ന് നമ്മൾ ഡെക്കാൻ ഭരിച്ചിരുന്ന ശതവാഹനന്മാരുടെ ആ ഒരു അത്ഭുത ലോകത്തേക്കൊന്ന് പോയി നോക്കാം. അവരുടെ സമൂഹത്തെക്കുറിച്ച് പറയുമ്പോഴുണ്ടല്ലോ, ഒരുപാട് വൈരുദ്ധ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒറ്റനോട്ടത്തിൽ വിചിത്രമായി തോന്നാമെങ്കിലും ചരിത്രപരമായി വലിയ പ്രാധാന്യമുള്ള ചില കാര്യങ്ങളാണവ. നമുക്ക് അതൊക്കെയൊന്ന് അടുത്തറിയാം. ഒന്ന് ആലോചിച്ചു നോക്കൂ, പുരോഹിതന്മാരായിരിക്കേണ്ടവർ രാജാക്കന്മാരാവുക. കർശനമായ സാമൂഹിക നിയമങ്ങൾ പാലിക്കുമ്പോൾ തന്നെ പുറത്തുനിന്നുള്ളവരെ കയ്യും നീട്ടി സ്വീകരിക്കുക. ശതവാഹനന്മാരുടെ ലോകം മുഴുവൻ ഇതുപോലുള്ള വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതായിരുന്നു. അപ്പോൾ നമുക്കൊരുമിച്ച് ചരിത്ര രഹസ്യങ്ങളൊക്കെ ഒന്ന് പുറത്തു കൊണ്ടുവന്നാലോ? അപ്പോൾ ഈ ശതവാഹനന്മാർ എവിടെയായിരുന്നു ഭരിച്ചിരുന്നത്? നമുക്ക് നോക്കാം. ഇന്ത്യൻ ഉപദ്വീപിന്റെ ഏതാണ്ട് ഹൃദയഭാഗത്ത്, അതായത് ഇന്നത്തെ മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ ഏരിയയായിരുന്നു അവരുടെ സാമ്രാജ്യം. ശരി, അപ്പോൾ നമുക്ക് അവരുടെ ആദ്യത്തെ ആ വലിയ വൈരുദ്ധ്യത്തിലേക്ക് കടക്കാം. എന്താണെന്നല്ലേ? ഭരണാധികാരികൾ, അതായത് രാജാക്കന്മാർ, തങ്ങൾ പുരോഹിതന്മാരാണെന്ന് അവകാശപ്പെടുന്നു. രാജാവിന്റെ പണി വേറെ, പുരോഹിതന്റെ പണി വേറെയല്ലേ? പക്ഷെ ഇവിടെ അങ്ങനെ ആയിരുന്നില്ല. നമുക്കറിയാവുന്ന പുരാതന ഇന്ത്യയിലെ വർണ്ണവ്യവസ്ഥ, അതായത് വർണ്ണാ സിസ്റ്റം, അതനുസരിച്ച് സമൂഹത്തിൽ ഓരോരുത്തർക്കും ഓരോ ജോലിയുണ്ട്. ഭരിക്കേണ്ടത് ക്ഷത്രിയന്മാരും പൂജയും മറ്റാചാരങ്ങളും ചെയ്യേണ്ടത് ബ്രാഹ്മണരുമാണ്. പക്ഷേ ശതവാഹനന്മാർ ഈ നിയമത്തെ അപ്പാടെ അട്ടിമറിക്കുകയായിരുന്നു. ഇതിലെ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ,
അവരുടെ ഏറ്റവും ഫേമസായ രാജാവുണ്ടല്ലോ, ഗൗതമിപുത്ര ശതകർണി. അദ്ദേഹം സ്വയം ഒരു ബ്രാഹ്മണനാണെന്ന് പറഞ്ഞെന്ന് മാത്രമല്ല, താറുമാറായി കിടന്ന ഈ വർണ്ണവ്യവസ്ഥയൊക്കെ നേരെയാക്കിയത് ഞാനാണെന്ന് പറഞ്ഞ് ഭയങ്കരമായി അഭിമാനിക്കുകയും ചെയ്തു. ഒന്ന് ആലോചിച്ചു നോക്കൂ. അപ്പോ എന്തായിരിക്കും ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ചരിത്ര സത്യം? മിക്ക ചരിത്രകാരന്മാരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ശതവാഹനന്മാർ ശരിക്കും ഡെക്കാനിലെ ഒരു പ്രാദേശിക ഗോത്രവർഗമായിരുന്നു. കാലം കഴിഞ്ഞുപോ അവർ ബ്രാഹ്മണ സംസ്കാരത്തിലേക്ക് മാറി, എന്നിട്ട് അതിൻ്റെ ഏറ്റവും വലിയ സംരക്ഷകരുമായി. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബ്രാഹ്മണൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത അത്ഭുതത്തിലേക്ക് വരാം. ഒരു വശത്ത് കർശനമായ സാമൂഹിക നിയമങ്ങൾ, മറുവശത്ത് പുറത്തുനിന്ന് വരുന്നവരെ ഒട്ടും മടിയില്ലാതെ കൂടെ കൂട്ടുന്ന ഒരു രീതി. ഈ രണ്ട് കാര്യങ്ങളും എങ്ങനെയാണ് അവരെ ഒരുമിച്ച് കൊണ്ടുപോയത്? നമുക്ക് നോക്കാം. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ വർണ്ണ സിസ്റ്റം ഒന്നുകൂടി ഓർക്കണം. അതായത് ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നിങ്ങനെ ജോലിയുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ നാലായി തിരിച്ചിരുന്ന ആ ഒരു സിസ്റ്റം. അതായത് ഒഫീഷ്യലായിട്ട് നോക്കുകയാണെങ്കിൽ ശതവാഹന രാജാക്കന്മാർ ഈ വർണ്ണങ്ങൾ തമ്മിൽ കൂടിക്കലരുന്നത് തടയാനും ആ ഒരു സാമൂഹിക ശുദ്ധി നിലനിർത്താനും വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. രാജാവായ ഗൗതമിപുത്രൻ അക്കാര്യത്തിൽ വലിയ അഭിമാനം കൊണ്ടിരുന്നു. പക്ഷേ ഇതാണ് രസം, പ്രവൃത്തിയിൽ അവർ നേരെ തിരിച്ചായിരുന്നു. ഉദാഹരണത്തിന്, പുറത്തുനിന്നും വന്ന ശകന്മാരെ, അതായത് ശകാസ്, അവരെ ക്ഷത്രിയരായിട്ടങ്ങ് അംഗീകരിച്ചു. അതുമാത്രമല്ല, ശതവാഹന രാജകുടുംബം ശകന്മാരുമായി വിവാഹബന്ധത്തിൽ വരെ ഏർപ്പെട്ടു. കൂടാതെ ബുദ്ധസന്യാസിമാരുടെ സഹായത്തോടെ അവിടുത്തെ തദ്ദേശീയരായ ഗോത്രങ്ങളെയും അവർ പതുക്കെ പതുക്കെ തങ്ങളുടെ സമൂഹത്തിലേക്ക് ചേർത്തു. ഇനി നമുക്ക് ശതവാഹന സമൂഹത്തിലെ മറ്റൊരു പവർഫുൾ ഗ്രൂപ്പിനെ പരിചയപ്പെടാം. അതാണ് വ്യാപാരികളും കരകൗശല വിദഗ്ധരും. അവരുടെ കയ്യിൽ കാശ് വന്നപ്പോൾ അത് സമൂഹത്തിലുണ്ടാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശതവാഹനന്മാരുടെ കാലത്ത് കച്ചവടവും വാണിജ്യവും ഒക്കെ നന്നായി പുരോഗമിച്ചു. അതിന്റെ ഫലമായി സമൂഹത്തിൽ പുതിയൊരു ശക്തരായ വിഭാഗം ഉയർന്നുവന്നു. അവരായിരുന്നു ഈ വ്യാപാരികളും കരകൗശല തൊഴിലാളികളും. ഇന്നത്തെ ആന്ധ്രയിലുള്ള നാഗാർജുനകൊണ്ട പോലുള്ള വലിയ ബുദ്ധമത കേന്ദ്രങ്ങളൊക്കെ വളർന്നു വന്നത് ഈ പുതിയ സാമ്പത്തിക ശക്തികളുടെ, അതായത് കച്ചവടക്കാരുടെയൊക്കെ വലിയ പിന്തുണയോടെയായിരുന്നു. അപ്പോ അടുത്ത വൈരുദ്ധ്യം കണ്ടോ? രാജാക്കന്മാർ ബ്രാഹ്മണർ, പക്ഷെ രാജ്യത്തെ സാമ്പത്തികമായി സഹായിക്കുന്ന സമ്പന്നവർഗങ്ങൾ ഏറ്റവും കൂടുതൽ പണം മുടക്കുന്നത് ബുദ്ധമതത്തിനു വേണ്ടി. വിചിത്രമായി തോന്നുന്നില്ലേ? ഇവിടെ രസകരമായൊരു കാര്യമുണ്ട്. അന്നത്തെ കരകൗശല തൊഴിലാളികളിൽ ഗന്ധിക എന്ന് പറയുന്നൊരു വിഭാഗമുണ്ടായിരുന്നു. അതായത് സുഗന്ധദ്രവ്യങ്ങൾ വിൽക്കുന്നവർ. കാലക്രമേണ ഈ വാക്ക് എല്ലാത്തരം കടയുടമകൾക്കും ഉപയോഗിക്കാൻ തുടങ്ങി. നമ്മളിന്ന് കേൾക്കുന്ന ഗാന്ധി എന്ന സർനെയിമുണ്ടല്ലോ, അത് ഈ ഗന്ധിക എന്ന പുരാതന വാക്കിൽ നിന്നാണ് വന്നതെന്ന് പറയപ്പെടുന്നു. ശരി, ഇനിയൊന്ന് അവരുടെ കുടുംബങ്ങളിലേക്ക് നോക്കാം. അവിടെയുമുണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് അവിടുത്തെ സ്ത്രീകളുടെ സ്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ. അവരുടെ കുടുംബഘടനയിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ, രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് അവരുടെ അമ്മമാരുടെ പേരിലായിരുന്നു, അച്ഛന്റെ പേരിലല്ല. ഈയൊരു രീതിക്ക് നമ്മൾ ഇംഗ്ലീഷിൽ മാട്രോണിംസ് എന്ന് പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് ഗൗതമിപുത്രൻ എന്ന് പറഞ്ഞാൽ ഗൗതമിയുടെ പുത്രൻ എന്നാണർത്ഥം. അതുപോലെ വസിഷ്ഠിപുത്രൻ എന്നുവെച്ചാൽ വസിഷ്ഠിയുടെ പുത്രൻ. ഇത് ആ കാലഘട്ടത്തിൽ വളരെ അസാധാരണമായൊരു കാര്യമായിരുന്നു. അപ്പോ ഇതിനർത്ഥം അവരുടെ സമൂഹം ഒരു മാട്രിലിനിയൽ അഥവാ മാതൃദായകത്വ സമൂഹമായിരുന്നു എന്നാണോ? അല്ല, പൂർണ്ണമായും അങ്ങനെയല്ല. കാരണം രാജാവിന്റെ പേരിനൊപ്പം അമ്മയുടെ പേര് വച്ചിരുന്നു, രാജ്ഞിമാർക്ക് അധികാരമുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാലും സിംഹാസനം കിട്ടിയിരുന്നത് എപ്പോഴും മകനായിരുന്നു. അപ്പോൾ സ്ത്രീകൾക്ക് വലിയ ബഹുമാനം കൊടുത്തിരുന്ന ഒരു പാട്രിയാർക്കൽ അഥവാ പിതൃദായകത്വ സമൂഹമായിരുന്നു അത്. അപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങളിൽ നിന്ന് ശതവാഹന സമൂഹത്തെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? നമുക്കതൊന്ന് ചുരുക്കി നോക്കാം. അതായത് ശതവാഹനന്മാർ ഒരേ സമയം പല കാര്യങ്ങൾ വളരെ സമർത്ഥമായി ബാലൻസ് ചെയ്തു. 1. തങ്ങൾ ബ്രാഹ്മണരാണെന്ന് പറഞ്ഞ് ഭരണം ഉറപ്പിച്ചു. 2. കർശനമായ സാമൂഹിക നിയമങ്ങൾ വെച്ചുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ളവരെ തങ്ങളിലേക്ക് ചേർത്തു. 3. ബ്രാഹ്മണമതത്തെ പ്രോത്സാഹിപ്പിച്ചപ്പോൾ തന്നെ രാജ്യത്തെ സമ്പന്നർ പിന്തുണച്ചിരുന്ന ബുദ്ധമതത്തെയും കൂടെ നിർത്തി. 4. അമ്മമാർക്കും രാജ്ഞിമാർക്കും വലിയ ബഹുമാനം കൊടുത്തു. പക്ഷേ പിന്തുടർച്ചാവകാശം എപ്പോഴും പുരുഷന്മാർക്ക് തന്നെയായിരുന്നു. അപ്പോൾ അവസാനം നമ്മൾ ചിന്തിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഒരു വശത്ത് കർശനമായ നിയമങ്ങളും പാരമ്പര്യങ്ങളും മുറുകെ പിടിക്കുന്നൊരു സമൂഹം, മറുവശത്ത് പുതിയ ആളുകളെയും സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളാനുള്ള ഒരു തുറന്ന മനസ്സ്. ഇതെങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുക? ശതവാഹനന്മാർ നമ്മോട് ചോദിക്കുന്ന ഈ ചോദ്യത്തിന് ചരിത്രത്തിൽ മാത്രമല്ല ഇന്നും ഒരുപാട് പ്രസക്തിയുണ്ട്. നമ്മൾ പുരാതന ഇന്ത്യയുടെ ചരിത്രം നോക്കുമ്പോൾ വടക്കിനും തെക്കിനുമിടയിൽ ഒരു വലിയ പ്രദേശമുണ്ട്, ഡെക്കാൻ.
പലപ്പോഴും ഒരു വിടവ് പോലെ തോന്നാവുന്ന ഈ സ്ഥലത്ത് ഈ രണ്ട് ലോകങ്ങളെയും ഒരുമിപ്പിച്ച ഒരു സൂപ്പർ പവർ ഉണ്ടായിരുന്നു: ശതവാഹനന്മാർ. അവർ വെറുമൊരു പാലം പണിയുകയായിരുന്നില്ല, മറിച്ച് ഒരു പുതിയ സംസ്കാരം തന്നെ വാർത്തെടുക്കുകയായിരുന്നു. നമ്മൾ എപ്പോഴും അവരുടെ സൈനിക ശക്തിയെക്കുറിച്ചൊക്കെയാണ് കേൾക്കാറ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അവരുടെ വിജയം ആയുധങ്ങളിൽ ഒതുങ്ങിയില്ല. അതവരുടെ ദൈനംദിന ജീവിതത്തിൽ, അവരുപയോഗിച്ച ഉപകരണങ്ങളിൽ, അവരുടെ കൃഷിരീതികളിൽ, അവർ പണിത നഗരങ്ങളിലൊക്കെയായിരുന്നു. ഈ ഭൗതിക സംസ്കാരം അഥവാ മെറ്റീരിയൽ കൾച്ചർ ആയിരുന്നു അവരുടെ സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ അടിത്തറ. അപ്പോ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്: എങ്ങനെയാണ് ഈ പ്രദേശം രണ്ട് വ്യത്യസ്ത ലോകങ്ങളെ തമ്മിൽ കണക്ട് ചെയ്തത്? അവിടുത്തെ പഴയ പാരമ്പര്യങ്ങളും പുതിയ ആശയങ്ങളും ഒരുമിച്ചപ്പോൾ എന്ത് മാജിക്കാണ് സംഭവിച്ചത്? വാ, നമുക്ക് ആ രഹസ്യമൊന്ന് ചുരുളഴിച്ചു നോക്കാം. ശതവാഹനന്മാരുടെ ഏറ്റവും വലിയ കഴിവ് എന്താണെന്ന് ചോദിച്ചാൽ, അത് പഴയതിനെയും പുതിയതിനെയും ഒരുമിപ്പിക്കാനുള്ളതായിരുന്നു. അവരുടെ സംസ്കാരം ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച ഒന്നല്ല. അത് ഡെക്കാനിൽ ആഴത്തിൽ വേരുകളുള്ള പാരമ്പര്യങ്ങളും വടക്കുനിന്ന് വന്ന പുത്തൻ ആശയങ്ങളും ചേർന്ന ഒരു ഗംഭീരൻ കോമ്പിനേഷനായിരുന്നു. ഈ കൾച്ചറൽ മിക്സിംഗ് എങ്ങനെയായിരുന്നു എന്ന് നോക്കിക്കേ. ഒരു വശത്ത് ഡെക്കാനിലെ തനതായ കഴിവുകൾ, അതായത് മെഗാലിഥിക് പീരിയഡ് മുതൽ അവർക്ക് ഇരുമ്പുപകരണങ്ങൾ ഉണ്ടാക്കാനുള്ള അറിവുണ്ടായിരുന്നു. മറുവശത്ത് വടക്കുനിന്ന് വന്ന പുതിയ ടെക്നോളജികൾ, കച്ചവടത്തിന് നാണയങ്ങൾ, ഉറപ്പുള്ള കെട്ടിടങ്ങൾ പണിയാൻ ചുട്ടെടുത്ത ഇഷ്ടികകൾ, വെള്ളത്തിനായി റിംഗ് വെൽസ്, പിന്നെ ആശയവിനിമയത്തിനായി എഴുത്തും. പഴയതിനെ തള്ളിക്കളയാതെ പുതിയതിനെ സ്വീകരിച്ച ഒരു അടിപൊളി മോഡൽ. ഇതാണ് അവരുടെ ഫൗണ്ടേഷൻ. ഈ കാണുന്ന മെഗാലിത്തിക് ശവകുടീരങ്ങൾ വെറും കല്ലറകളല്ല കേട്ടോ. ശതവാഹനന്മാർ വരുന്നതിനും എത്രയോ കാലം മുൻപേ ഇവിടെയുള്ളവർക്ക് ഇരുമ്പുരുക്കാനും അത് വെച്ച് കൃഷിക്ക് വേണ്ട ഉപകരണങ്ങൾ ഉണ്ടാക്കാനും അറിയാമായിരുന്നു എന്നതിന്റെ തെളിവാണിത്. ഈ ഉറപ്പുള്ള അടിത്തറയുടെ മുകളിലാണ് അവർ പുതിയ ആശയങ്ങൾ കെട്ടിപ്പൊക്കിയത്. ഓക്കെ, അപ്പൊ ഈ ഒരു കൾച്ചറൽ മിക്സിംഗ് എങ്ങനെയാണ് അവരുടെ ടെക്നോളജിയും എക്കണോമിയെയും മാറ്റിയത്? അതാണ് അടുത്ത പോയിന്റ്. ഇത് അവരുടെ സാങ്കേതികവിദ്യയിലും വിഭവങ്ങൾ ഉപയോഗിക്കുന്ന രീതിയിലും ഒരു വൻ കുതിച്ചുചാട്ടത്തിന് തന്നെ കാരണമായി. ഒന്ന് നോക്കിക്കേ ഈ ലിസ്റ്റിലേക്ക്. ശതവാഹന കാലഘട്ടമായപ്പോഴേക്കും ഇരുമ്പുപകരണങ്ങളുടെ കാര്യത്തിലൊരു വിപ്ലവം തന്നെ നടന്നു. കൃഷിക്ക് വേണ്ട സോക്കറ്റഡ് ഹോസ്, അരിവാളുകൾ മുതൽ യുദ്ധത്തിനുള്ള അമ്പുകളും കഠാരകളും വരെ. ഇത് വെറുതെ കുറെ ടൂൾസ് ഉണ്ടാക്കിയെന്നല്ല, ഓരോ ജോലിക്കും വേണ്ട ഏറ്റവും കാര്യക്ഷമമായ ടൂൾസ് അവരെ ഡിസൈൻ ചെയ്തെടുത്തു. ഇതിലെ ഏറ്റവും നിർണായകമായൊരു കണ്ടുപിടുത്തമാണ് ഈ സോക്കറ്റഡ് ഹോ. ഇതൊരു ചെറിയ മാറ്റമാണെന്ന് നിങ്ങൾക്ക് തോന്നാം, അല്ലേ? പക്ഷേ ഇതായിരുന്നു ഗെയിം ചേഞ്ചർ. കൈപ്പിടി വെക്കാനുള്ള ഈ സോക്കറ്റ് കാരണം ഉപകരണം കൂടുതൽ ശക്തമായി, കൂടുതൽ കാലം നിലനിന്നു. കുറഞ്ഞ അധ്വാനത്തിൽ കൂടുതൽ പണിയെടുക്കാം. കൃഷിയിൽ ഇതൊരു വിപ്ലവം തന്നെയായിരുന്നു. പക്ഷേ നല്ല ടെക്നോളജി മാത്രം ഉണ്ടായാൽ മതിയോ? പോരല്ലോ, അസംസ്കൃത വസ്തുക്കൾ വേണ്ടേ? ശതവാഹനന്മാർ ഡെക്കാനിലെ പ്രകൃതി വിഭവങ്ങള് വളരെ സ്മാർട്ടായി ഉപയോഗിച്ചു. കരിംനഗർ, വാരങ്കൽ പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇരുമ്പയിര് ഖനനം ചെയ്തു. അതിന് തെളിവായി ഒരു കൊല്ലന്റെ ആല വരെ പുരാവസ്തു ഗവേഷകർക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അവരുടെ സാമ്പത്തിക കാര്യങ്ങളിലേക്ക് വരാം. ഇവിടെയാണ് ഒരു കിടിലൻ വ്യത്യാസം കാണാൻ പറ്റുന്നത്. വടക്ക് കുഷാനന്മാർ സ്വർണ്ണ നാണയങ്ങൾ ഇറക്കിയപ്പോൾ ശതവാഹനന്മാർക്ക് വേറൊരു പ്ലാനായിരുന്നു. അവർ ഈയം, പോട്ടിൻ, ചെമ്പ്, വെങ്കലം തുടങ്ങിയ ലോഹങ്ങളുടെ നാണയങ്ങളാണ് കൂടുതലായി ഉപയോഗിച്ചത്. കാരണം ഈയം പോലുള്ളവ ഡെക്കാനിൽ സുലഭമായിരുന്നു. സ്വർണം അവർ നാണയമാക്കാതെ ബുള്ളിയനായി സൂക്ഷിച്ചു. പ്രാദേശിക വിഭവങ്ങളെ ആശ്രയിച്ചുള്ള ഒരു മികച്ച സാമ്പത്തിക തന്ത്രം. ഈ ടെക്നോളജിയൊക്കെ വെച്ചിട്ട് അവരെന്ത് ചെയ്തു? അവർ ഗ്രാമങ്ങളെ ഒരു പവർ ഹൗസാക്കി മാറ്റി. ഇത് വെറും ജീവിക്കാൻ വേണ്ടിയുള്ള കൃഷിയായിരുന്നില്ല, വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തെ മുഴുവൻ ഓട്ടുന്ന ഒരു ഭീമൻ എഞ്ചിനായിരുന്നു അത്. അതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഈ പാഡി ട്രാൻസ്പ്ലാന്റേഷൻ, അതായത് നെൽച്ചെടി പറിച്ചു നടുന്നത്. ഇതെന്താ സംഭവമെന്നറിയോ? ഇന്നത്തെ കാലത്തും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സൂപ്പർ ടെക്നിക്കാണ്. ഇത് വിളവ് പല മടങ്ങ് വർദ്ധിപ്പിക്കും. ഈ രീതി കാരണം കൃഷ്ണ, ഗോദാവരി നദീതടങ്ങൾ ഒരു വലിയ അരിപ്പാത്രം അഥവാ ഗ്രേറ്റ് റൈസ് ബോളായി മാറി. പക്ഷേ അവരുടെ കൃഷി നെല്ലിൽ മാത്രം ഒതുങ്ങിയില്ല. അവർക്ക് വേറൊരു സൂപ്പർ പ്രൊഡക്റ്റ് കൂടിയുണ്ടായിരുന്നു: പരുത്തി. ഡെക്കാനിലെ പരുത്തിക്ക് ലോകം മുഴുവൻ ഡിമാൻഡായിരുന്നു. അന്നത്തെ വിദേശ രേഖകളിൽ പോലും ആന്ധ്രയിലെ കോട്ടൺ പ്രോഡക്റ്റുകളെപ്പറ്റി പറയുന്നുണ്ട്. ഇതൊരു ഇന്റർനാഷണൽ ബ്രാൻഡ് ആയിരുന്നു എന്ന് പറയാം. അപ്പോ ഇത്രയും ശക്തമായ ഒരു കാർഷിക അടിത്തറയുടെ ഫലം എന്തായിരിക്കും? ഒരു വലിയ സൈന്യത്തെ നിലനിർത്താനുള്ള കഴിവ്. റോമൻ ചരിത്രകാരനായ പ്ലിനി പറയുന്ന കണക്ക് കേട്ടാൽ നമ്മൾ ഞെട്ടും.
1,00,000 കാലാൾപ്പട. ആലോചിച്ചു നോക്കൂ, അത്രയും വലിയൊരു സൈന്യത്തെ തീറ്റിപ്പോറ്റണമെങ്കിൽ എത്രമാത്രം ശക്തമായൊരു ഗ്രാമീണ സമ്പദ്വ്യവസ്ഥ അവർക്കുണ്ടായിരുന്നിരിക്കണം. ഇത്രയും വലിയൊരു എക്കോണമി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും എന്ത് സംഭവിക്കും? ഗംഭീരൻ നഗരങ്ങൾ ഉയർന്നുവരും. അതുതന്നെയാണ് ഡെക്കാനിലും സംഭവിച്ചത്. ഈ സാമ്പത്തിക ശക്തി അവരുടെ നഗരനിർമ്മാണത്തിലും വാസ്തുവിദ്യയിലും വ്യക്തമായി കാണാമായിരുന്നു. ഈ കാണുന്ന പോലത്തെ കെട്ടിടങ്ങൾ, ഇതിന്റെ രഹസ്യം എന്താണെന്നറിയോ? തീയിൽ ചുട്ടെടുത്ത ഇഷ്ടികകൾ. പിന്നെ മേൽക്കൂര നോക്കിയാൽ അവിടെയുമുണ്ടൊരു ടെക്നിക്. ദ്വാരങ്ങളുള്ള പെർഫറേറ്റഡ് റൂഫ് ടൈൽസ്. ഈ 2 കാര്യങ്ങൾ കാരണം കെട്ടിടങ്ങൾ കൂടുതൽ കാലം നിലനിന്നു, കൂടുതൽ ശക്തമായി. ഇത് അവരുടെ നഗരവൽക്കരണത്തിന്റെ ഒരു സിഗ്നേച്ചർ സ്റ്റൈലായിരുന്നു. നമുക്കൊരിടത്തേക്കൊന്ന് പോയി നോക്കാം. പെദ്ദബംഗൂർ. ഇവിടെ നോക്കിയാൽ ശരിക്കും ഞെട്ടിപ്പോകും. തീയിൽ ചുട്ടെടുത്ത ഇഷ്ടികകൾ, ഓടുകൾ, അതുമാത്രമല്ല 22 ഇഷ്ടിക കിണറുകൾ. പിന്നെ വേസ്റ്റ് വെള്ളം ഒഴുക്കിവിടാൻ അടച്ച ഭൂഗർഭ അഴുക്കുചാൽ സംവിധാനങ്ങൾ. 2000 വർഷം മുൻപത്തെ സിറ്റി പ്ലാനിംഗ് ആണ് നമ്മൾ ഈ കാണുന്നത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല. നമ്മൾ നേരത്തെ കേട്ട പ്ലിനി തന്നെ പറയുന്നുണ്ട്, ആന്ധ്രാ രാജ്യത്ത് മാത്രം 30ഓളം കോട്ടകളുള്ള പട്ടണങ്ങളുണ്ടായിരുന്നുവെന്ന്. ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ ആ ഒരു സ്കെയില്? ഇവയെല്ലാം അഭിവൃദ്ധി പ്രാപിച്ച നല്ല സുരക്ഷയുള്ള നഗരങ്ങളായിരുന്നു. അപ്പോ എന്താണ് ശതവാഹനന്മാരുടെ ഏറ്റവും വലിയ സംഭാവന? ഒറ്റവാക്കിൽ പറഞ്ഞാൽ പാലങ്ങൾ പണിതത്. അവർ വെറും കല്ലും മണ്ണും കൊണ്ടുള്ള പാലങ്ങൾ മാത്രമല്ല പണിതത്. വടക്കിനെയും തെക്കിനെയും തമ്മിൽ, പഴയതിനെയും പുതിയതിനെയും തമ്മിൽ, കൃഷിയെയും വ്യവസായത്തെയും തമ്മിൽ, അങ്ങനെ പലതിനെയും അവർ ബന്ധിപ്പിച്ചു. അപ്പോ നമ്മൾ ഇന്ന് കണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? ഒന്ന് ചുരുക്കി പറയാം. അവർ ഡെക്കാനിലെ പഴയതിനെ വടക്കുനിന്നുള്ള പുതിയതുമായി മിക്സ് ചെയ്തു, ഇരുമ്പ് പണിയിൽ മാസ്റ്റേഴ്സായി, നെൽച്ചെടി പറിച്ചുനടൽ പോലുള്ള ടെക്നിക്കുകൾ വഴി കൃഷിയിൽ വിപ്ലവം സൃഷ്ടിച്ചു, അടിപൊളി നഗരങ്ങൾ പണിതു, അവസാനം വടക്കിനെയും തെക്കിനെയും കണക്ട് ചെയ്യുന്ന ഒരു സൂപ്പർ പവറായി മാറി. ഇത് നമ്മളെ ഒരു ചോദ്യത്തിലേക്ക് എത്തിക്കുന്നു, അല്ലേ? 2000 കൊല്ലം മുൻപ് ലോക്കൽ അറിവും പുറത്തുനിന്നുള്ള ഇന്നൊവേഷനും ഒരുമിപ്പിച്ച് അവരൊരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്തു. ഈ ഒരു ഐഡിയയ്ക്ക് അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഇന്നത്തെ ലോകത്തിന് എന്തെങ്കിലും പാഠങ്ങൾ നൽകാൻ കഴിയുമോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? മൗര്യന്മാർക്ക് ശേഷം ഡെക്കാനിലെ ഏറ്റവും വലിയ ശക്തിയായിരുന്നു ശതവാഹനന്മാർ. പക്ഷേ അവരുടെ കഥയിൽ വലിയൊരു വിരോധാഭാസമുണ്ട്. ഒരു വശത്ത് കടുത്ത ബ്രാഹ്മണ വിശ്വാസികൾ, മറുവശത്ത് ബുദ്ധമതത്തിന്റെ ഏറ്റവും വലിയ പ്രോത്സാഹകർ. എങ്ങനെയാണ് ഒരേ സമയം അവർ ഈ 2 റോളുകളും ഭംഗിയായി കൈകാര്യം ചെയ്തത്? നമുക്കൊന്ന് നോക്കാം. അതെ, ഇതാണ് നമ്മളെ കുഴപ്പിക്കുന്ന ആ ചോദ്യം. ശരിക്കും പറഞ്ഞാൽ ഒരു വശത്ത് അവർ അശ്വമേധം പോലുള്ള വലിയ വൈദിക യാഗങ്ങൾ നടത്തി, മറുവശത്തോ ബുദ്ധമത സന്യാസിമാർക്ക് താമസിക്കാനും പ്രാർത്ഥിക്കാനും വേണ്ടി വലിയ സഹായങ്ങൾ ചെയ്തു. ഇത് ഇരട്ടത്താപ്പാണോ, അതോ ഇതിനു പിന്നിൽ മറ്റെന്തെങ്കിലും രഹസ്യമുണ്ടോ? നമുക്കിതിന്റെ ചുരുളഴിക്കാം. നമ്മുടെ ഈ യാത്രയിൽ നമ്മൾ എന്തൊക്കെയാണ് കാണാൻ പോകുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ അവരുടെ ഈ മതപരമായ നിലപാടിലെ വൈരുദ്ധ്യം നമ്മൾ പരിശോധിക്കും. പിന്നെ എന്തിനാണ് അവരിങ്ങനെ ചെയ്തതെന്നുള്ള കാരണങ്ങൾ തേടിപ്പോകും. അതിനുശേഷം അവരുടെ നിർമ്മാണ വിസ്മയങ്ങൾ, അതായത് പാറ തുരന്നുണ്ടാക്കിയ ക്ഷേത്രങ്ങളും വലിയ സ്തൂപങ്ങളും കാണാം. അവസാനം അവരുടെ ഭാഷയും സാഹിത്യവും നമ്മളോടെന്താണ് പറയുന്നതെന്നും കേൾക്കാം. അപ്പോ നമുക്ക് തുടങ്ങാല്ലേ? ശതവാഹനരുടെ ഭരണത്തിലെ ഏറ്റവും വലിയ ഈ പ്രഹേളിക, ഈ വൈരുദ്ധ്യം നമുക്ക് കൂടുതൽ അടുത്തറിയാം. ഇത് കണ്ടോ, ശരിക്കും ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ പോലെ. ഒരു ഭാഗത്ത് അവർ അശ്വമേധ, വാജപേയ പോലുള്ള വലിയ വൈദിക യാഗങ്ങളൊക്കെ നടത്തി തങ്ങൾ ബ്രാഹ്മണ പാരമ്പര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് കാണിച്ചു. കൃഷ്ണനെയും വാസുദേവനെയും പോലുള്ള ദൈവങ്ങളെ ആരാധിച്ചു. എന്നാൽ മറുവശത്തോ ബുദ്ധസന്യാസിമാർക്ക് ഭൂമി ദാനമായി നൽകി. അതും മഹായാന ബുദ്ധമതത്തെ പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചു. ഒരേ സമയം 2 തോണിയിൽ കാൽ വയ്ക്കുന്നതുപോലെയുണ്ടല്ലേ ഇത്? അപ്പോ എന്തായിരിക്കും ഇതിന്റെയൊക്കെ പിന്നിലുള്ള കാരണം? സ്വന്തം വിശ്വാസം ബ്രാഹ്മണമായിരുന്നിട്ടും ശതവാഹന രാജാക്കന്മാർ എന്തിനാണ് ബുദ്ധമതത്തെ ഇത്രയധികം സഹായിച്ചത്? അതിന്റെ ഉത്തരം ഒരുപക്ഷേ അവരുടെ വിശ്വാസത്തിലല്ല, മറിച്ചു ഭരണതന്ത്രങ്ങളിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു അടിപൊളി പൊളിറ്റിക്കൽ മൂവായിരുന്നു. കാരണം അക്കാലത്തെ സാമ്പത്തിക രംഗം നിയന്ത്രിച്ചിരുന്നതാരാണെന്നറിയാമോ? കരകൗശല വിദഗ്ധരും വ്യാപാരികളുമായിരുന്നു. അവരിൽ ഭൂരിഭാഗവും ബുദ്ധമത അനുയായികളായിരുന്നു. അപ്പോൾ അവരുടെ പിന്തുണ കിട്ടിയാൽ സാമ്രാജ്യം സാമ്പത്തികമായി സുരക്ഷിതമാകും. അതായത് ഇത് വെറുമൊരു മതപരമായ ഔദാര്യമല്ല, അതിബുദ്ധിപരമായ ഒരു ഭരണതന്ത്രം കൂടിയായിരുന്നു. ഇനി അവരുടെ ഈ നയങ്ങൾ വെറും വാക്കുകളായിരുന്നില്ല, പ്രവൃത്തിയിൽ എങ്ങനെയുണ്ടായിരുന്നു എന്ന് നോക്കാം. അതിന് നമ്മൾ പടിഞ്ഞാറൻ ഡെക്കാനിലെ മലനിരകളിലേക്ക് പോകണം. അവിടെ അവർ കൊത്തിയെടുത്തുവെച്ച ചില അത്ഭുതങ്ങളുണ്ട്. ഇതിനെയാണ് ചൈത്യ എന്നു പറയുന്നത്. ഇതൊരു സാധാരണ കെട്ടിടമല്ല. ഒരു മലയെ അല്ലെങ്കിൽ ഒരു വലിയ പാറയെ ഒന്നാകെ കൊത്തിയെടുത്ത് ഒരു പ്രാർത്ഥനാ ഹാളാക്കി മാറ്റുന്നതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ.
അതിലെ തൂണുകളും മേൽക്കൂരയുമെല്ലാം ഒരൊറ്റ പാറയുടെ ഭാഗമാണ്. ശരിക്കും അവിശ്വസനീയം. അപ്പോ പ്രാർത്ഥിക്കാൻ ചൈത്യ, താമസിക്കാനോ? അതിനാണ് വിഹാരങ്ങൾ. ഇവ ബുദ്ധസന്യാസിമാർക്കുള്ള താമസ സ്ഥലങ്ങളായിരുന്നു, അതായത് മഠങ്ങൾ. സാധാരണയായി ചൈത്യയുടെ തൊട്ടടുത്ത് തന്നെ വിഹാരങ്ങളും കൊത്തിയുണ്ടാക്കിയിരുന്നു. ഈ ചിത്രമൊന്നു നോക്കിയേ. കാർലയിലെ ഈ ചൈത്യം മനുഷ്യന്റെ കഠിനാധ്വാനത്തിന്റെയും കഴിവിന്റെയും ഒരു സ്മാരകമാണ്. ഇത് വെറുമൊരു ഗുഹയല്ല, ഇതൊരു മലയെ ഒരു ശില്പമാക്കി മാറ്റിയതാണ്. അന്നത്തെ കാലത്തെ സാങ്കേതിക വിദ്യ വെച്ച് ഇതെങ്ങനെ സാധിച്ചു എന്നോർക്കുമ്പോൾ തന്നെ അത്ഭുതം തോന്നുന്നു. ഇതിന്റെ വലിപ്പം എത്രയാണെന്നറിയാമോ? ഏകദേശം 40 മീറ്റർ നീളം. അതായത് ഇന്നത്തെ ഒരു 10 നില കെട്ടിടത്തിന്റെ അത്രയൊക്കെ വരും. അത്രയും വലിയൊരു നിർമ്മിതിയാണ് ഒരു പണിയായുധം വെച്ച് ഒറ്റ പാറയിൽ നിന്ന് കൊത്തിയെടുത്തത്. ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലല്ലേ? അപ്പോ പടിഞ്ഞാറൻ ഡെക്കാനിലെ പാറ കൊത്തിയെടുത്ത അത്ഭുതങ്ങൾ നമ്മൾ കണ്ടു. ഇനി നമുക്ക് സാമ്രാജ്യത്തിന്റെ കിഴക്കൻ ഭാഗത്തേക്ക്, അതായത് ഇന്നത്തെ ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ-ഗോദാവരി തീരങ്ങളിലേക്കൊന്ന് പോയി നോക്കാം. അവിടെ നമ്മളെ കാത്തിരിക്കുന്നത് മറ്റൊരു തരം വാസ്തുവിദ്യാ വിസ്മയങ്ങളാണ്. ഇവയാണ് സ്തൂപങ്ങൾ, അതായത് സ്റ്റുപ. ബുദ്ധന്റെയോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ബുദ്ധസന്യാസിമാരുടെയോ ഭൗതികാവശിഷ്ടങ്ങൾ വെച്ചതിനു മുകളിൽ നിർമ്മിച്ച അർദ്ധഗോളാകൃതിയിലുള്ള ഈ നിർമ്മിതികൾ ബുദ്ധമതത്തിലെ ഏറ്റവും പുണ്യമായ ആരാധനാ കേന്ദ്രങ്ങളായിരുന്നു. ഈ കാണുന്നതാണ് ഒരു സ്തൂപത്തിന്റെ അടിസ്ഥാന രൂപം. അമരാവതി, നാഗാർജുനകൊണ്ട, ഈ സ്ഥലങ്ങളെല്ലാം ശതവാഹനരുടെ കാലത്ത് ബുദ്ധമത സംസ്കാരത്തിന്റെ ഹോട്ട്സ്പോട്ടുകളായി മാറി. ഇവിടങ്ങളിലെ സ്തൂപങ്ങൾ അവരുടെ കലയുടെയും വിശ്വാസത്തിന്റെയും ഏറ്റവും മികച്ച ഉദാഹരണങ്ങളാണ്. ഈ സ്തൂപങ്ങളുടെ ഭംഗി അതിന്റെ വലിപ്പത്തിൽ മാത്രമല്ല കേട്ടോ, ശരിക്കുമുള്ള മാജിക് അതിലെ കുത്തുപണികളിലാണ്. വെറും അലങ്കാരങ്ങളല്ല, ബുദ്ധന്റെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും കഥ പറയുന്നതുപോലെ കല്ലിൽ കൊത്തിവച്ചിരിക്കുകയാണ്. ഈ കഥ പറയുന്ന കല അഥവാ നാരറ്റീവ് ആർട്ടാണ് അമരാവതിയിലെ മറ്റും ശില്പങ്ങളെ ഇത്രയേറെ പ്രശസ്തമാക്കുന്നത്. അപ്പോ കല്ലിൽ കവിത രചിച്ച ഈ ആളുകൾക്ക് എഴുത്തും വായനയുമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അവരുടെ ഭരണപരവും സാംസ്കാരികവുമായ കാര്യങ്ങൾ നമുക്കവരുടെ ഭാഷയിലൂടെയും സാഹിത്യത്തിലൂടെയും ഒന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാം. വളരെ ലളിതമായി പറഞ്ഞാൽ അവരുടെ ഔദ്യോഗിക ഭാഷ പ്രാകൃതായിരുന്നു, അതായത് പ്രാകൃത്. എഴുതാനായി ഉപയോഗിച്ചിരുന്ന സ്ക്രിപ്റ്റാകട്ടെ അശോകന്റെ കാലത്ത് ഉപയോഗിച്ചിരുന്ന അതേ ബ്രാഹ്മി ലിപിയും. ശതവാഹനർ വെറും യുദ്ധവും ഭരണവും മാത്രം നടത്തിയിരുന്ന ആളുകളായിരുന്നില്ല. അവർക്ക് റൊമാൻസും അറിയാമായിരുന്നു എന്നതിന്റെ തെളിവാണ് ഗാഥാ സതസൈ. ഹാലൻ എന്നൊരു ശതവാഹന രാജാവ് എഴുതിയതാണെന്ന് കരുതുന്ന ഈ പുസ്തകം പ്രാകൃത ഭാഷയിലുള്ള 700 പ്രണയകവിതകളുടെ ഒരു സമാഹാരമാണ്. ഇത് അവരുടെ സാംസ്കാരിക ഔന്നത്യം എത്രമാത്രം വലുതായിരുന്നു എന്ന് കാണിച്ചു തരുന്നു. അപ്പോ നമ്മൾ തുടങ്ങിയ ആ വിരോധാഭാസത്തിലേക്ക് തിരിച്ചുവരാം. ശരിക്കും അതൊരു വിരോധാഭാസമായിരുന്നോ? അല്ല. അത് വ്യക്തിപരമായ വിശ്വാസവും പ്രായോഗികമായ ഭരണതന്ത്രവും തമ്മിലുള്ള ഒരു മികച്ച ബാലൻസിംഗ് ആയിരുന്നു. ഈയൊരു സമീപനം കാരണം വ്യത്യസ്ത വിശ്വാസങ്ങൾക്കും കലകൾക്കും ഒരേപോലെ വളരാൻ കഴിഞ്ഞൊരു സവിശേഷമായ സാംസ്കാരിക അന്തരീക്ഷം അവിടെയുണ്ടായി. ശതവാഹനരുടെ ഈ ചരിത്രം നമ്മളോട് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കുന്നുണ്ട്. 2000 വർഷങ്ങൾക്ക് മുൻപ് അവർക്ക് സാധിച്ചെങ്കിൽ ഇന്നത്തെ ലോകത്ത് പലതരം വിശ്വാസങ്ങളെയും സംസ്കാരങ്ങളെയും ഒരുമിച്ച് സമാധാനപരമായി കൊണ്ടുപോകാൻ നമുക്കെങ്ങനെ കഴിയും? അവരുടെ ഈ പാരമ്പര്യത്തിൽ നിന്ന് നമുക്ക് ഇന്നും എന്തെങ്കിലും പഠിക്കാനുണ്ടോ? തീർച്ചയായും ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത്. മൗര്യ സാമ്രാജ്യത്തിന് ശേഷം ഡെക്കാനിൽ അധികാരത്തിൽ വന്നവരാണ് ശതവാഹനന്മാർ. പക്ഷേ അവർ വെറും പിൻഗാമികൾ മാത്രമായിരുന്നില്ല, ഭരണത്തിൽ തികച്ചും പുതിയ രീതികൾ കൊണ്ടുവന്നവരായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എന്തായിരുന്നു അവരുടെ ആ ഒരു ഭരണതന്ത്രത്തിന്റെ രഹസ്യമെന്ന്. അപ്പോ ഒന്നാലോചിച്ചു നോക്കൂ. ഒരു വലിയ സാമ്രാജ്യം തകർന്നുപോയി. അതിന്റെ സ്ഥാനത്ത് നിങ്ങളൊരു പുതിയ ഭരണം തുടങ്ങാൻ പോവുകയാണ്. എന്തു ചെയ്യും? പഴയത് അതുപോലെ കോപ്പിയടിക്കുമോ? അതോ സ്വന്തമായിട്ടൊരു വഴി കണ്ടുപിടിക്കുമോ? ഇതായിരുന്നു ശതവാഹനന്മാരുടെ മുന്നിലുണ്ടായിരുന്ന ആ വലിയ ചോദ്യം. അവർ ഏതു വഴിയാണ് തിരഞ്ഞെടുത്തതെന്ന് നമുക്ക് നോക്കാം. ഏതൊരു ഭരണകൂടത്തിനും ഒരു അടിസ്ഥാന ആശയം വേണമല്ലോ, അല്ലേ? ശതവാഹനന്മാരുടെ കാര്യത്തിൽ അത് മതവും പുരാണങ്ങളുമായിരുന്നു. രാജാവ് എന്ന് പറഞ്ഞാൽ അവർക്കൊരു വെറും ഭരണാധികാരിയായിരുന്നില്ല, അതിനുമൊപ്പുറം ഒരുപാടുണ്ടായിരുന്നു. ശരി, അപ്പോ അവരുടെ റൂൾ ബുക്ക് എന്തായിരുന്നു? ഒരു തരത്തിൽ പറഞ്ഞാൽ അത് ധർമ്മശാസ്ത്രങ്ങൾ അല്ലെങ്കിൽ ധർമ്മശാസ്ത്രാസായിരുന്നു. അതായത് രാജാവിന്റെ ഏറ്റവും വലിയ ജോലി ധർമ്മം സംരക്ഷിക്കുക, നീതി നടപ്പാക്കുക എന്നതൊക്കെയാണ്. സ്വാഭാവികമായും ഇത് രാജാവിന് ഒരു ധാർമ്മിക പരിവേഷം, ഒരു മോറൽ ഒത്തോറിറ്റി നൽകി. ഒരു ഭരണാധികാരിക്ക് അധികാരം ഉറപ്പിക്കാനുള്ള ഏറ്റവും എളുപ്പവഴി എന്താ? സിമ്പിളാണ്, തനിക്ക് ദൈവീകമായ എന്തോ ഒന്നെന്ന് പറയുക. ശതവാഹന രാജാക്കന്മാർ ചെയ്തതും അതുതന്നെ. രാമൻ, ഭീമൻ, അർജുനൻ, ഈ പുരാണ നായകന്മാരുടെയൊക്കെ ഗുണങ്ങൾ തങ്ങൾക്കുണ്ടെന്നവർ പറഞ്ഞു. ഇതൊരു വെറും തള്ളായിരുന്നില്ല കേട്ടോ. തങ്ങളുടെ ഭരണം ദൈവം അംഗീകരിച്ചതാണെന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കാനുള്ള ഒരു കിടിലൻ തന്ത്രമായിരുന്നു അത്.
അപ്പോൾ രാജാവ് ധർമ്മത്തിന്റെ സംരക്ഷകൻ എന്ന് പറയുമ്പോൾ അത് ഒരു മതത്തിനും മാത്രമായിരുന്നില്ല. ശരിയാണ്, അവർ ബ്രാഹ്മണരെ പിന്തുണച്ചു. പക്ഷെ അതോടൊപ്പം തന്നെ നാഗാർജുനകൊണ്ട പോലെയുള്ള വലിയ ബുദ്ധമത കേന്ദ്രങ്ങൾക്കും അവർ വലിയ പ്രോത്സാഹനം നൽകിയിരുന്നു. ഇതിന്റെയൊക്കെ പിന്നിലെ ലക്ഷ്യം ഒന്നേയുള്ളൂ: എല്ലാ വിഭാഗം ആളുകളെയും ഒരുമിപ്പിച്ച് ഭരണം സുസ്ഥിരമാക്കുക. ഓക്കെ, അപ്പോൾ ഈ ആശയങ്ങളൊക്കെ കൊള്ളാം. പക്ഷേ ഭരണം എങ്ങനെയായിരുന്നു? പ്രാക്ടിക്കലായിട്ട് അവർ എന്തൊക്കെയാണ് ചെയ്തത്? നമുക്കവിടെ തുടങ്ങാം. ആദ്യം തന്നെ അവർക്ക് മുമ്പുണ്ടായിരുന്ന ആ വലിയ സാമ്രാജ്യം മൗര്യന്മാരിൽ നിന്ന് എന്തൊക്കെയാണ് ഇവർ കോപ്പിയടിച്ചതെന്ന് നോക്കാം. ഒറ്റയടിക്ക് പുതിയൊരു സിസ്റ്റം കൊണ്ടുവരാൻ ആരും ശ്രമിക്കില്ലല്ലോ. ശതവാഹനന്മാരും അത് ചെയ്തില്ല. അവർ മൗര്യന്മാരുടെ പല സിസ്റ്റങ്ങളും അതേപടി നിലനിർത്തി. ഉദാഹരണത്തിന് മൗര്യൻ കാലഘട്ടത്തിലെ പോലെ ജില്ലകളെ അഹര അഥവാ അഹര എന്ന് തന്നെ വിളിച്ചു. ഉദ്യോഗസ്ഥരുടെ പേരുകളായ അമാത്യ, അമാത്യസ്, മഹാമാത്ര, മഹാമാത്രാസ് ഒക്കെയും പഴയത് തന്നെയായിരുന്നു. ഈയൊരു തുടർച്ച അവരുടെ ഭരണത്തിന് നല്ലൊരു ബേസ് നൽകി. പക്ഷേ മൗര്യന്മാരെ കോപ്പിയടിക്കുക മാത്രമായിരുന്നെങ്കിൽ ശതവാഹനമാരെപ്പറ്റി നമ്മളിപ്പോൾ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇവിടെയാണ് അവരുടെ ഒറിജിനാലിറ്റി വരുന്നത്. അവരുടെ ഭരണമെന്ന് പറയുന്നത് ഒരു സാധാരണ ഓഫീസ് ഭരണം പോലെ ആയിരുന്നില്ല. സത്യം പറഞ്ഞാൽ അതൊരു മിലിറ്ററി മെഷീൻ പോലെയായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അവരുടെ ഏറ്റവും വലിയൊരു ഇന്നൊവേഷൻ എന്തായിരുന്നെന്നറിയാമോ? സൈന്യത്തിന്റെ തലവനായ സേനാപതിയെ പിടിച്ച് പ്രവിശ്യയുടെ ഗവർണറാക്കുക. എന്തിനാണിങ്ങനെ? വളരെ സിമ്പിളാണ്. ഡെക്കാനിലെ ഗോത്രവർഗ്ഗങ്ങളെയും മറ്റും അടക്കി ഭരിക്കാൻ സാധാരണ ഉദ്യോഗസ്ഥരെക്കൊണ്ട് പറ്റില്ല. നല്ല മിലിറ്ററി പവർ തന്നെ വേണമെന്നവർക്ക് നന്നായി അറിയാമായിരുന്നു. അവരുടെ ഈ മിലിറ്ററി കൺട്രോൾ എത്രത്തോളം ആഴത്തിൽ പോയിരുന്നു എന്നറിയാൻ ഒരൊറ്റ വാക്ക് ശ്രദ്ധിച്ചാൽ മതി: ഗൗൾമിക അഥവാ ഗൗൾമിക. ആരായിരുന്നു ഈ ഗൗൾമിക? ഗ്രാമങ്ങളിലെ ലോ ആൻഡ് ഓർഡർ നോക്കാൻ നിയമിച്ച ഒരു മിലിറ്ററി യൂണിറ്റിന്റെ ഹെഡ്. ഒന്നാലോചിച്ചു നോക്കൂ, ഗ്രാമങ്ങളിൽ പോലും മിലിറ്ററി ഭരണം. അപ്പോ ഈ ഗൗൾമികയുടെ കീഴിലുള്ള സൈന്യം ഒരു ചെറിയ ടീമൊന്നുമല്ല. കണക്ക് കേട്ടോളൂ: 9 രഥങ്ങൾ, 9 ആനകൾ, 25 കുതിരകൾ, പിന്നെ 45 കാലാൾ പടയാളികൾ. ഒരു ഗ്രാമത്തിൽ സമാധാനമുറപ്പിക്കാൻ വേണ്ടിയാണ് ഇത്രയും വലിയൊരു സെറ്റപ്പ്. അവരുടെ പഴയ ലിഖിതങ്ങളിലൊക്കെ 2 വാക്കുകൾ സ്ഥിരമായി കാണാം: ഘടക, പിന്നെ സ്കന്ദവാര. ഈ വാക്കുകളുടെ അർത്ഥം എന്താണെന്നോ? മിലിറ്ററി ക്യാമ്പുകൾ. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം ഉറപ്പിക്കാം: ശതവാഹന രാജാക്കന്മാർ കൊട്ടാരത്തിൽ അടച്ചിരുന്ന് ഭരിക്കുന്ന ടൈപ്പായിരുന്നില്ല. അവരുടെ ഭരണം രാജാവിനോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു മൊബൈൽ മിലിറ്ററി ക്യാമ്പിൽ നിന്നായിരുന്നു. അപ്പോ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? വളരെ വ്യക്തമാണ്, ശതവാഹന ഭരണത്തില് എഴുത്താണിയേക്കാൾ വലുത് വാളായിരുന്നു. സാധാരണ ഭരണകാര്യങ്ങളെക്കാൾ അവർ ഊന്നൽ കൊടുത്തത് മിലിറ്ററി കൺട്രോളിനായിരുന്നു. ശരി, ഇനി നമുക്ക് ശതവാഹനന്മാരുടെ ഏറ്റവും വലിയ, ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ഒരു സംഭാവനയെപ്പറ്റി സംസാരിക്കാം. എന്താണെന്നോ? മതപണ്ഡിതന്മാർക്ക് ഭൂമി ദാനമായി നൽകുന്ന ഒരു പുതിയ സമ്പ്രദായം. ഇതൊരു ചെറിയ കാര്യമല്ല. ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ബ്രാഹ്മണർക്കും ബുദ്ധസന്യാസിമാർക്കും ടാക്സ് ഫ്രീ ആയിട്ട് ഭൂമിയും ഗ്രാമങ്ങളും വരെ ദാനമായി കൊടുക്കുന്നത്. ഇത് ശരിക്കും ഒരു ടേണിംഗ് പോയിന്റായിരുന്നു. കാരണം ഈയൊരു തീരുമാനം പിന്നീട് ഇന്ത്യൻ സമൂഹത്തെ മൊത്തത്തിൽ മാറ്റിമറിച്ചു. ഈ ഭൂമിദാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരുന്നു? 1. ഈ ഭൂമിക്ക് ടാക്സ് ഇല്ല. 2. രാജാവിന്റെ പോലീസിനോ പട്ടാളത്തിനോ അവിടെ കയറി ഇടപെടാൻ പറ്റില്ല. ഫലത്തിലെന്തായി? രാജ്യത്തിനകത്ത് തന്നെ സ്വന്തമായി അധികാരമുള്ള കുഞ്ഞൻ ദ്വീപുകൾ പോലെ ഈ സ്ഥലങ്ങൾ മാറി. ഇവിടെ നിന്നാണ് പതിയെ പതിയെ അധികാരം പല കൈകളിലേക്ക് മാറാൻ തുടങ്ങിയത്. അപ്പോ അധികാരം ഇങ്ങനെ പലയിടത്തായി ചിതറിയപ്പോൾ സ്വാഭാവികമായും ഒരു പുതിയ സിസ്റ്റം വന്നു, ഒരു ഫ്യൂഡൽ സിസ്റ്റം പോലെ. ശതവാഹന രാജാവിന് താഴെ പല തട്ടുകളിലായി പ്രഭുക്കന്മാർ. നമുക്ക് ആ ഒരു അധികാരഘടന എങ്ങനെയായിരുന്നുവെന്ന് നോക്കാം. ഏറ്റവും മുകളിൽ തീർച്ചയായും ശതവാഹന രാജാവ് തന്നെ. അദ്ദേഹത്തിന് താഴെയായി 3 ഗ്രേഡിലുള്ള സാമന്തന്മാർ. ഏറ്റവും ടോപ്പ് ലെവലിൽ രാജ. ഇവർക്ക് സ്വന്തമായി കോയിൻ അടിക്കാൻ വരെ അധികാരമുണ്ടായിരുന്നു. 2ാമത്തെ ഗ്രേഡ് മഹാഭോജ. 3ാമത്തേത് സേനാപതി. കണ്ടില്ലേ അധികാരം എങ്ങനെയാണ് തട്ടുതട്ടായി താഴേക്കു പോകുന്നതെന്ന്? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താണ് സംഭവിച്ചത്? അധികാരം മുഴുവൻ രാജാവിന്റെ കയ്യിലിരുന്ന ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൽ നിന്ന് മാറി പ്രാദേശികമായി പല പ്രഭുക്കന്മാർക്ക് അധികാരം വീതിച്ചു കൊടുക്കുന്ന ഒരുതരം ഫ്യൂഡൽ സിസ്റ്റത്തിന് ശതവാഹനന്മാർ തുടക്കമിട്ടു. അപ്പോൾ ഇത്രയും കേട്ട സ്ഥിതിക്ക് നമുക്ക് ആ ആദ്യത്തെ ചോദ്യത്തിലേക്ക് തിരിച്ചു പോകാം. എന്തായിരുന്നു ശരിക്കും ശതവാഹന ഭരണത്തിന്റെ ആ വിജയരഹസ്യം? ഉത്തരം ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു ഹൈബ്രിഡ് സിസ്റ്റം, അതായത് ഒരു മിക്സ്. എന്തൊക്കെയായിരുന്നു ആ മിക്സിൽ? 1. മൗര്യന്മാരുടെ പഴയ ബ്യൂറോക്രസി. 2. അവരുടെ സ്വന്തം കണ്ടുപിടുത്തമായ ശക്തമായ മിലിറ്ററി കൺട്രോൾ. 3. അധികാരം വീതിച്ചുകൊടുക്കുന്നൊരു പുതിയ ഫ്യൂഡൽ ഘടന. ഈ 3 കാര്യങ്ങളുടെയും ഒരു മികച്ച കോമ്പിനേഷനായിരുന്നു അവരുടെ ഭരണം. അപ്പോൾ
നമ്മൾ എന്തിനാണ് ഇത്രയും കാര്യമായി ശതവാഹനന്മാരെപ്പറ്റി പഠിക്കുന്നത്? കാരണം ഇത് വെറുമൊരു പഴയ രാജവംശത്തിന്റെ കഥയല്ല. അവർ തുടങ്ങിവെച്ച ആ ഭൂമിദാനം ചെയ്യുന്ന പരിപാടിയില്ലേ, അതാണ് അടുത്ത 1000 വർഷത്തേക്ക് ഇന്ത്യയിൽ ഫ്യൂഡലിസത്തിന് ബേസ് ഇട്ടത്. ഇത് നമ്മളെ ഒരു വലിയ ചോദ്യത്തിന് മുന്നിൽ നിർത്തുന്നുണ്ട്. അധികാരം ഒരാളുടെ കയ്യിൽ മാത്രം ഒതുങ്ങാതെ പലരിലേക്ക് വീതിക്കപ്പെടുമ്പോൾ ഒരു സമൂഹത്തിന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുക? ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതന്നുകൊണ്ട് ഈ വിശകലനം ഇവിടെ അവസാനിപ്പിക്കുന്നു.